നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ അതിനും ഇപ്പം നോക്കുമ്പോൾ MRI കാണുമ്പോൾ ഡിസ്ക് ബൾജുണ്ട്. അതുപോലെ തന്നെ സ്കോളിയോസിസ്, നട്ടലിൻ്റെ കേസിൽ സ്കോളിയോസിസ് പല രൂപത്തിൽ വരാം. സ്കോളിയോസിസിൽ ജന്മന ഉണ്ടാകുന്ന സ്കോളിയോസിസ് ഉണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ക്ഷതം ഉണ്ടായിട്ട് അതിൽ നിന്ന് സ്കോളിയോസിസ് ഉണ്ടാകാറുണ്ട്. കൂടുതൽ തണുപ്പ് രാജ്യങ്ങളിൽ താമസിച്ചിട്ട് വരുമ്പോൾ അതിൽ നിന്ന് സ്കോളിയോസിസ് ഉണ്ടാകാറുണ്ട്. അതേപോലെ ഡിസ്ക് ബൾജും അതിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ ചെയ്യാറുള്ളത് ശരിക്കും അതിൻ്റെ ആ പെൽവിസിനെ കറക്റ്റ് ചാനലിടുക, പെൽവിസ് കറക്റ്റാക്കി കൊണ്ടുവന്നിട്ട് ഈ വെർട്ടിബ്രേസ് എല്ലാം കറക്റ്റാക്കി പിന്നീട് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ശരിക്കും ഈ പ്രൊട്രൂട്ട് ചെയ്ത് തന്നെ അകത്തേക്ക് പോവുകയും ഇതിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഞവര പോലുള്ള ട്രീറ്റ്മെൻറ്റ് വസ്തി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല റിസൾട്ടോടു കൂടി വരും. ബെൽറ്റ് ഇടേണ്ട ആവശ്യം 25 വർഷം മുമ്പ് ചെയ്തതിനും ഇല്ല എന്നാണ് പല പേഷ്യൻസും എന്നോട് പറയാറുള്ളത്.